ഹായ് എവ്രി വൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കഗ്നൈസിങ് കോണിക്സ് എന്ന സെക്ഷനാണ്. അതിലെ തിയറം നമുക്ക് നോക്കാം. എനി കോണിക് ഹാസ് ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 വേർ എ ബി സി എഫ് ജി ആൻഡ് എച്ച് ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് നോട്ട് ഓൾ ഓഫ് എ ബി ആൻഡ് സി ആർ 0. അതായത് ഏതൊരു കോണിക്കിൻ്റെയും ഒരു ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിൽ എങ്ങനെയാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, വൈ സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, എക്സ് വൈൻ്റെ ടേം, പിന്നെ എക്സിൻ്റെ ഒരു ടേം, വൈൻ്റെ ഒരു ടേം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു ഫോമിലുള്ള ഇക്വേഷൻ ആയിരിക്കും ഏതൊരു കോണിക്കിൻ്റെയും ഇക്വേഷൻ ഉണ്ടാവുക. ഓക്കെ, അതിൽ എ ബി സി എഫ് ജി എച്ച് ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ എക്സ് വൈ അതിൻ്റെയൊക്കെ കോഎഫിഷ്യൻ്റ് ആണ് ഈ എ ബി സി എഫ് ജി എന്ന് പറയുന്നത്. പിന്നെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതിൽ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും എക്സ് വൈൻ്റെ ടേമും ഒരുമിച്ച് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അതായത് എയും ബിയും സിയും എല്ലാം 0 ആയാൽ അത് എന്താവില്ല? ഒരു കോണിക് ആവില്ല. അപ്പോൾ ഇതിലേതെങ്കിലും എന്തായാലും ഒരു നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, എന്നാലേ അത് കോണിക്കിൻ്റെ ഇക്വേഷൻ ആവുള്ളൂ. എയും ബിയും സിയും എന്താവണം? ഏതെങ്കിലും ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. എല്ലാം 0 ആയി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കില്ല? കോണിക് ആയിരിക്കില്ല. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഇക്വേഷൻ നന്നായി ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് ജി പ്ലസ് ജി എച്ച് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ ആണ് നമ്മുടെ കോണിക്കിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, conversely, any set of points in R2 whose coordinates xy satisfy equation A is a conic. അപ്പോൾ ഏതൊരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് R2ലെ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയേഴ്സ് ഉള്ള ആ കോർഡിനേറ്റ്സ് ഉള്ള പോയിൻറ്റ്സുകളുടെ ഒരു കളക്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോണിക് ആയിരിക്കും എന്നും പറയാം. അപ്പോൾ ഒരു കോണിക്കിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇതായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എന്തായിട്ട് പറയാം? നമുക്ക് കോണിക്കായിട്ട് പറയുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെട്രിക്സ് ഫോം ഓഫ് എ കോണിക് ആണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് എ കോണിക് പഠിച്ചതായിരുന്നു. എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ജനറലി ഒരു കോണിക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ മെട്രിക്സ് ഫോം ഇക്വേഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ എ ബി സി എഫ് ജി എച്ച് എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് മെട്രിക്സുകൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം എയും ജെ ആൻഡ് എക്സ് എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും അതേപോലെ എക്സ് വൈൻ്റെ കോഎഫിഷ്യൻറ്റും വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിലുണ്ടാക്കുന്ന ഒരു മെട്രിക്സ് ആണ്. ഒരു 2x2 മെട്രിക്സ് ആണ്. അതിൻ്റെ ഫസ്റ്റ് റോ വരുന്നത് എ ആൻഡ് എക്സ് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഹാഫ്. അപ്പോൾ ഹാഫ് ബി, ദെൻ ഹാഫ് ബി ആൻഡ് വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് സി. ഓക്കെ, കോഎഫിഷ്യൻ്റ് റെപ്രസെൻറ്റേഷൻ എ ബി ഒന്നും മാറിപ്പോകരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. എ ഹാഫ് ബി സി ആയിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ജെ എന്ന് പറയുന്നത് എക്സും വൈൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ കോളം മെട്രിക്സ് ആണ് വരുന്നത്. എഫ് ജി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആണ് ജെ. ഇനി എക്സ് എന്ന് പറയുന്നത് വേരിയബിൾസിൻ്റെ കോളം മെട്രിക്സ് ആണ്. ഇവിടെ എക്സും വൈയും ആണല്ലോ വേരിയബിൾസ്. അപ്പോൾ ആ എക്സ് വൈൻ്റെ കോളം മെട്രിക്സ് ആണ് എക്സ് എന്ന് വരുന്നത്. ഓക്കെ, ഇനി എ ജെ എക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ ഈ 3 മെട്രിക്സിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും മെട്രിക്സ് ഫോമായിട്ടെന്ന് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇങ്ങനെ റോ മെട്രിക്സ് ആയിട്ട് വരും എക്സ് വൈ. ഇനി എ എഴുതി, അതേപോലെ എക്സ് എന്ന് പറയുമ്പോൾ കോളം മെട്രിക്സ് എക്സ് വൈ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹാഫ് ബി വൈ ഫസ്റ്റ് എലമെൻറ്റ്. ഇനി അടുത്തത് എക്സ് ഈ റോ വിത്ത് മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് കോളംസ്. സോ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഹാഫ് ബി ഈസ് ഇക്വൽ ടു ഹാഫ് ബി എക്സ് പ്ലസ് ഇവിടെ എക്സാ വരിക ഹാഫ് ബി എക്സ് പ്ലസ് സി വൈ അതെഴുതി. ഇനി ലാസ്റ്റ് റോ എക്സ് വൈ അങ്ങനെ എഴുതി. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
എ എക്സ് ഇൻറ്റു എക്സ് എക്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് ബി വൈ ഇൻറ്റു എക്സ് ഹാഫ് ബി എക്സ് വൈ പ്ലസ് ഇനി ഇത് എന്താ പ്ലസ് ചെയ്യേണ്ടത്, ഈ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഹാഫ് ബി എക്സ് വൈ പ്ലസ് സി വൈ ഇൻറ്റു വൈ, ദാറ്റ് ഇസ് സി വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ഹാഫ് ബി എക്സ് വൈയും ഹാഫ് ബി എക്സ് വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1bxy എന്ന് കിട്ടും. അപ്പോൾ അതങ്ങനെ എഴുതി, ബാക്കിയുള്ള ടേംസ് അതേപോലെ എഴുതി. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ടേമിൽ നമ്മുടെ ഇക്വേഷൻ്റെ ഫസ്റ്റ് 3 എണ്ണം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ എന്ന് പറയുന്ന 3 ടേംസല്ലേ ഇപ്പോൾ കിട്ടിയത് നമുക്ക്. അപ്പോൾ ഈ എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 3 ടേംസ്, അതായത് ജനറൽ കോണിക്കിൻ്റെ ഇക്വേഷൻ്റെ 3 ടേംസാണ് നമുക്ക് ഈ ഫോമിൽ എഴുതുമ്പോൾ, ഈ മെട്രിക്സിൻ്റെ ഈ ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു, എന്ത് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ജെ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ്. ജെ എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫും ജിയും അല്ലേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫും വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആയ ജിയും തമ്മിലുള്ള റോ മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് ആയിരുന്നു ജെ, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോ മെട്രിക്സ് ആയി. ഇനി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്നുള്ള കോളം മെട്രിക്സ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, എഫ് എക്സ് പ്ലസ് ജി വൈ എന്ന് കിട്ടുക. ഈ എഫ് എക്സ് പ്ലസ് ജി വൈ ആണല്ലോ നമ്മുടെ ഇക്വേഷൻ്റെ ലാസ്റ്റ് ഈ 2 ടേംസ് എന്ന് പറയുന്നത് എഫ് എക്സ് പ്ലസ് ജി വൈ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ജെ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമുക്കറിയാം ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഓഫ് എ കോണിക് എന്ന് പറയുന്നത് എന്താണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് എന്തെഴുതും, എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ എക്സ്. കാരണം എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത് എന്താ കിട്ടിയത്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഫുൾ ടേമിനെ നമ്മൾ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ്, എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത്. അതാണല്ലോ ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ഈ 2 ടേംസിന് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ജെ ട്രാൻസ്പോസ് എക്സ് ആയിരുന്നു എഫ് എക്സ് പ്ലസ് ജി വൈ എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ജെ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് എന്ന് എഴുതും. ബാക്കി എച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ആദ്യത്തെ ഈ 3 ടേംസിന് പകരം നമ്മൾ എന്തെഴുതും, എക്സ് ട്രാൻസ്പോസ് എ എക്സ് പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ ആണല്ലോ, അതിന് അവരെന്താ എഴുതുക, ജെ ട്രാൻസ്പോസ് എക്സ് ബാക്കി കോൺസ്റ്റൻറ്റ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക, മെട്രിക്സ് ഫോം ഓഫ് എ കോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെട്രിക്സ് ഫോം ഓഫ് എ കോണിക് ഓഫ് ദി ഇക്വേഷൻ എ എക്സ് സ്ക്വയർ. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോമാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്, എക്സ്പ്രസ് ചെയ്തത് എങ്ങനെയാണ്, എക്സ് ട്രാൻസ്പോസ് എ ഇൻറ്റു എക്സ് പ്ലസ് ജെ ട്രാൻസ്പോസ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0. ഇതാണ് മെട്രിക്സ് ഫോം ഓഫ് ദ കോണിക് ഇക്വേഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ, അതായത് ഈ ഒരു ഫോമാറ്റിലുള്ള ഇക്വേഷൻ തന്നിട്ട് ഇതിൻ്റെ മെട്രിക്സ് ഫോം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ അത് എഴുതാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എക്സ് ട്രാൻസ്പോസ് എ എക്സ് പ്ലസ് ജെ ട്രാൻസ്പോസ് എക്സ് പ്ലസ് എച്ച് ഇസ് ഇക്വൽ ടു 0. അതിന് നമുക്ക് ഈ ഒരു ഇക്വേഷന് എല്ലാ കോഎഫിഷ്യൻസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ എയും എക്സും ജെയും എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ മെട്രിക്സ് ഫോം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് ഫോമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കോണിക്സ് ഇൻ മെട്രിക്സ് ഫോം. അപ്പോൾ ഈ ഇക്വേഷൻ്റെയൊക്കെ ഈ കോണിക്സിൻ്റെ ഇക്വേഷൻസിൻ്റെ മെട്രിക്സ് ഫോമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 11x സ്ക്വയർ പ്ലസ് 4xy പ്ലസ് 14y സ്ക്വയർ മൈനസ് 4x മൈനസ് 28y ഈക്വൽ മൈനസ് 16 ഈക്വൽ ടു 0 ആണ്. അപ്പം നമുക്ക് അറിയാം എന്ത്, ജനറൽ ഇക്വേഷൻ ഓഫ് കോണിക് എന്ന് പറയുന്നത് എന്താ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ ഓഫ് കോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോമിലല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി സി എഫ് ജി എച്ച് ഒക്കെ പറഞ്ഞൂടെ. അപ്പോൾ ആദ്യം നിന്ന് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എ എന്തെന്ന് കിട്ടും, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 11 ആണ്, അപ്പോൾ എ 11 കിട്ടും. ഇനി ബി എക്സ് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഇവിടെ എക്സ് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി സി എന്താ വരിക, വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 14 ആണ്.
ഇനി എഫ് എന്ന് പറയുന്ന എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ്, ഇവിടെ -4 ആണ്. എഫ് ഈസ് ഈക്വൽ ടു -4. വൈൻ്റെ കോയിഫിഷ്യൻ്റാണ് ജി. ജി ഈസ് ഈക്വൽ ടു എന്താ, -28. ഇനി എച്ച് എന്താ വരിക, എച്ച് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻറ്റ് -16 ആണ്. അപ്പോൾ എ ബി സി എഫ് ജി എച്ച് ഒക്കെ നമ്മൾ കമ്പാരിസണിലൂടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് മെട്രിക്സ് ഫോമാണ് അറിയേണ്ടത് അല്ലേ. നമുക്കറിയാം മെട്രിക്സ് ഫോം ഓഫ് ദിസ് ജനറൽ ഇക്വേഷൻ ഓഫ് കോണിക് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ട്രാൻസ്പോസ് എ എക്സ് പ്ലസ് ജെ ട്രാൻസ്പോസ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിന് നമുക്ക് എ വേണം, എക്സ് വേണം, ജെയും വേണം അല്ലേ. അപ്പോൾ നമുക്കറിയാമായിരുന്നു എന്താണ് എ എക്സ് ആൻഡ് ജെ എന്ന് പറയുന്ന മെട്രിക്സുകൾ നമ്മൾ എഴുതിയത്, ഓർമ്മയുണ്ടോ? എന്താണ് എ എന്ന് പറയുന്നത്, എന്തായിരുന്നു, എ 2x2 മെട്രിക്സ് ആണ് അല്ലേ. എ ഹാഫ് ബി സി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആയിരുന്നു എ എന്ന് പറയുന്നത്. ഇനി ജെ എന്തായിരുന്നു, എഫ് ജി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആയിരുന്നു ജെ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസിൻ്റെ എക്സ് വൈ എന്ന് പറയുന്നതിൻ്റെ കോളം മെട്രിക്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എ ബി സി എഫ് ജി എച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എ ജെ ആൻഡ് എക്സ് ഇത് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താ 11, ഹാഫ് ബി പറയുമ്പോൾ 4ൻ്റെ ഹാഫാണ് 2, ഇവിടെ ഹാഫ് ബി ആണ് 2, സി എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് കിട്ടി, 11, 2, 2, 14 എന്ന് പറയുന്ന 2x2 മെട്രിക്സ് ആണ് കിട്ടി. ഇനി ജെ എന്താണ്, എഫ് ജി ആണ് അല്ലേ. എഫ് എന്ന് പറയുമ്പോൾ -4 ആണ്, ജി എന്ന് പറയുമ്പോൾ -28 ആണ്. അപ്പോൾ നമുക്ക് ജെ എന്നുള്ള മെട്രിക്സും കിട്ടി. ഇനി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വേരിയബിൾസ് എക്സ് വൈ തന്നെയാണല്ലോ. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന കോളം മെട്രിക്സ് തന്നെയാണ് ഇത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, എ ജെ എക്സ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ മെട്രിക്സ് ഫോം എഴുതണം. മെട്രിക്സ് ഫോം പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ട്രാൻസ്പോസ് എ എക്സ് പ്ലസ് ജെ ട്രാൻസ്പോസ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാമല്ലോ, എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ട്രാൻസ്പോസ് പറഞ്ഞാൽ എക്സിൻ്റെ ട്രാൻസ്പോസ് എക്സ് വൈ, എ എന്ന് പറഞ്ഞാൽ 11, 2, 2, 14 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് ജെ ട്രാൻസ്പോസ് പറയുമ്പോൾ -4, ജെ ഇതിൻ്റെ ട്രാൻസ്പോസാണ്, -4 -28, എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈ, ഇനി പ്ലസ് എച്ച് ആണ്, എച്ച് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, -16 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഈ മെട്രിക്സ് ഫോം ഓഫ് ദിസ് ഇക്വേഷൻ, കോണിക്കിൻ്റെ ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോം. ഈ ഒരു ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ എഴുതിയാലും മതി, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, എ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, ജെ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, എക്സ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് ഫോം നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, x² - 4xy - 6x - 8y + 5 = 0. അപ്പോൾ ഇവിടെ നോക്കുമ്പം ജനറൽ ഇക്വേഷൻ ഒന്നും കൂടി പറയാം. എന്താണ്, ax² + bxy + cy² + fx + gy + h = 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് a b ഒക്കെ എഴുതുമ്പോൾ a എന്ന് പറയുന്ന x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, b എന്ന് പറയുന്ന xyൻ്റെ കോഎഫിഷ്യൻറ്റ് -4 ആണ്, സി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, y² ഇല്ല, അപ്പോൾ എന്താ 0 ആണ്. ഇനി എഫ് ആണ്, എഫ് എന്താ വരുന്നത്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -6, ജി എന്ന് പറയുമ്പോൾ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -8, ഇനി എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് ടേം, ദിസ് ഇസ് 5. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് എഴുതണം, എയും എ എന്നുള്ള മെട്രിക്സ് എഴുതണം, ജെ എഴുതണം, എക്സ് എന്ന്, ഈ 3 മെട്രിക്സാണ് നമുക്ക് എഴുതേണ്ടത്. എ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, എ ഹാഫ് ബി സി എന്ന് പറയുന്ന 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ അത് എഴുതുമ്പോൾ എന്ത് വരും, എ എന്ന് പറയുമ്പോൾ 1 ആണ്, ഹാഫ് ബി എന്ന് പറയുമ്പോൾ -4ൻ്റെ ഹാഫ് -2, ഇവിടെയും -2, സി എന്ന് പറയുമ്പോൾ എന്താണ് 0. ഇനി ജെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കിട്ടിയത്, എഫ് ജി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ എഫ് ജി എന്ന് പറയുമ്പോൾ -6 -8, അപ്പോൾ എഫ് ജി എഴുതി. ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളത് എക്സ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമൊന്നുമില്ല, ഇവിടെ കോഎഫിഷ്യൻ്റ് എക്സും വൈ തന്നെയാണ്. സോ എക്സ് വൈ എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആണ് ഇതുവരെ. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ മെട്രിക്സ് ഫോം എന്താ വരിക,
x transpose into AX plus J transpose into X plus H is equal to 0. ഇതാണ് നമ്മുടെ മെട്രിക്സ് ഫോം ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഇക്വേഷനിൽ ഈ എയും എക്സും ജെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ കോണിക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് എ കോണിക്കിൻ്റെ മെട്രിക്സ് ഫോം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓരോ കോഎഫിഷ്യൻറ്റും നമ്മൾ എഴുതുക. എന്നിട്ട് ആ മെട്രിക്സുകൾ എയും ജെയും എക്സും എഴുതി വയ്ക്കുക, എച്ചും എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മെട്രിക്സ് ഫോം ഇതാണെന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ട്രാൻസ്പോസ് എ എക്സ് പ്ലസ് ജെ ട്രാൻസ്പോസ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് മെട്രിക്സ് ഫോം എന്ന് പറയുക. വേറെ എ എന്താണ്, ജെ എന്താണ്, എക്സ് എന്താണെന്ന് എഴുതിയിട്ട് എച്ച് എന്താണെന്ന് എഴുതിയാലും അപ്പോൾ അതിൻ്റെ മെട്രിക്സ് ഫോമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മെട്രിക്സ് ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറമാണ് നോക്കാൻ പോകുന്നത്. അതായത് എ നോൺ ഡീജനറേറ്റ് കോണിക് വിത്ത് ഇക്വേഷൻ ax² പ്ലസ് bxy പ്ലസ് cy² പ്ലസ് fx പ്ലസ് gy പ്ലസ് h ഇസ് ഈക്വൽ ടു 0 ആൻഡ് മെട്രിക്സ് a ഇസ് ഈക്വൽ ടു a ഹാഫ് b ഹാഫ് b c എന്ന 2x2 മെട്രിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അതായത് ഈ ഡിറ്റർമിനൻ്റ് എ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. ഈ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 ഇറ്റ് ഇസ് പാരാബോള ആൻഡ് ഡിറ്റർമിനൻ്റ് എ ഗ്രേറ്റർ ദാൻ 0 ഇറ്റ് ഈസ് എൻ എലിപ്സ്. അതായത് ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് കോണിക്ക് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് എ നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ, എ ഹാഫ് ബി സി എന്ന് പറയുന്ന 2x2 മെട്രിക്സ്. ഈ ഒരു മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ ഈ ഇക്വേഷൻ ഓഫ് ദ കോണിക്ക് ഏത് നോൺ ഡീജനറേറ്റ് കോണിക്കിൻ്റെ ഇക്വേഷനാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ ഏത് കോണിക്കാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഈ എയിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം, അത് ഈ 0ന് ഈക്വൽ ആണെങ്കിൽ അത് പാരാബോളയായിരിക്കും. ആ ഇക്വേഷൻ എന്തായിരിക്കും? പാരാബോളയായിരിക്കും. ആ ഡിറ്റർമിനൻ്റ് വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ ഹൈപ്പർബോള ആൻഡ് ഡിറ്റർമിനൻ്റ് എ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ എലിപ്സ്. ഓക്കെ, അപ്പോൾ ഈ എ എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിച്ചാൽ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് നോൺ ഡീജനറേറ്റ് കോണിക്കാണ് ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെങ്കിൽ അത് പാരാബോള ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോള. ഡിറ്റർമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷൻ ആയിരിക്കും? ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഈ തിയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇക്വേഷനൊക്കെ തന്നിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഏത് കോണിക്കാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ നോൺ ഡീജനറേറ്റ് കോണിക് ഇൻ R2 വിത്ത് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഒരു ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ഏത് നോൺ ഡീജനറേറ്റ് കോണിക്കാണെന്ന് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞതിലുള്ളൂ എന്താണ്, എയിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് അതിൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ആ കോണിക്ക് ഏത് നോൺ ഡീജനറേറ്റ് കോണിക്കാണെന്ന് പറയാൻ പറ്റും. ആ ഇക്വേഷൻ ഏത് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് എ എന്നുള്ള മെട്രിക്സ് എഴുതണം അല്ലേ. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് എന്തായിരുന്നു? എ ഹാഫ് ബി ആൻഡ് സി അങ്ങനെയായിരുന്നു അല്ലേ. ഇവിടെ എ എന്താണ്? എ എന്ന് പറയുമ്പോൾ x² കോഎഫിഷ്യൻ്റ് അല്ലേ, അതെന്താ 3. ഹാഫ് ബി പറയുമ്പോൾ XYൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫാണ്. അപ്പോൾ -8ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ? -4 അല്ലേ. അതേപോലെ ഇവിടെയും ഹാഫ് ബി തന്നെയാണ്, അപ്പോൾ -4. സി എന്ന് പറയുമ്പോൾ y² കോഎഫിഷ്യൻ്റ് ആണ് 2. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്. ഇനി അതിൻ്റെ എന്താ നമുക്ക് കാണേണ്ടത്? ഡിറ്റർമിനൻ്റ് എ കാണണം. അതിൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് അത് 0 ആണെങ്കിൽ അത് പാരാബോള ആയിരിക്കും. ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോണിക്കിനെയാണ് ഏത് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുക? പാരാബോള ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോളയും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു എലിപ്സിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുമ്പോൾ 3 -4 2 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് വരിക? 3 × 2 6 -4 × -4 is +16 അല്ലേ. അപ്പോൾ 6 - 16 ആണ് കിട്ടുന്നത്. 6 - 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -10 which is less than 0. അപ്പോൾ
ഡിറ്റർമിനൻറ്റ് എ ലെസ് ദാൻ 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ ദെയർഫോർ ഇറ്റ് ഈസ് എ ഏത് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഹൈപ്പർ ബോള. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഏത് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൈപ്പർ ബോളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ എ എന്ന ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ, എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഏത് കോണിക്കാണെന്ന് പറയാൻ പറ്റും. അടുത്തതായിട്ട് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ഇക്വേഷൻ ഏത് കോണിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഏത് മെട്രിക്സ് എഴുതേണ്ടത്? എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അല്ലേ. എ എന്ന് പറയുന്നത് എന്താണ്? എ ഹാഫ് ബി സി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ അത് ഏതാ മെട്രിക്സ് വരിക? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റാണ് എ, അത് 1 ആണ്. ഹാഫ് ബി എന്ന് പറയുമ്പോൾ എക്സ് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫാണ്, 8ൻ്റെ ഹാഫ് 4. ഇവിടെയും ഹാഫ് ബി 4 ആണ്. ദെൻ സി വരുന്നത് വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 16 ആണ്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനൻറ്റ് എ ആണ്. സോ ഡിറ്റർമിനൻറ്റ് 1 4 4 16 എന്ന് വരുമ്പോൾ എന്ത് വരും? 16 മൈനസ് 4 ഇൻറ്റു 4 1 ഇൻറ്റു 16 16 4 ഇൻറ്റു 4 16 16 മൈനസ് 16 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെ അത് എന്തിനെ എംപ്ലൈസ് ചെയ്യുന്നത്? ഈ ഒരു കോണിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാരാബോള. യെസ്, ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആയാൽ അത് ഏത് കോണിക്കാണ്? പാരാബോളയാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സി 52x square minus 72xy plus 73y square minus 32x minus 74y plus 28 is equal to 0. അപ്പോൾ അതിൻ്റെ എക്സ് നമുക്ക് എ എഴുതണം. എ എഴുതുമ്പോൾ എന്താ വരിക? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 52, ഇനി മൈനസ് 72ൻ്റെ ഹാഫ് മൈനസ് 36 വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 73. അപ്പോൾ എ നമ്മൾ എഴുതി. ഇനി ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കണം. 52 ഇൻറ്റു 73 എന്താ കിട്ടുക? 3796 മൈനസ് ഇത് രണ്ടിൻ്റെയും 36ൻ്റെ സ്ക്വയർ ആയിട്ട് വരും. മൈനസ് 36 ഇൻറ്റു മൈനസ് 36 1296. അപ്പം 3796 മൈനസ് 1296 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2500, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 കിട്ടിയ എന്താണ്? ഇറ്റ് ഈസ് ആൻ എലിപ്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എലിപ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ടെസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു കോണിക്കിൻ്റെ ഇക്വേഷൻ തന്നാൽ അത് ഏത് ഡിജനറേറ്റ് കോണിക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് 0 ആണെങ്കിൽ പാരാബോള, ലെസ് ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോള, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എലിപ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതെ വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. അതാണ് ഈ ബി സ്ക്വയർ മൈനസ് 4ac ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ ഡീജനറേറ്റ് കോണിക് ഇൻ്റെ ഇക്വേഷൻ ഈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി വൈ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇതിൻ്റെ എയും ബിയും സിയും നമുക്കറിയാലോ. അപ്പോൾ അതിൻ്റെ ഈ കോഎഫിഷ്യൻസ് വെച്ചിട്ട് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് കോണിക്കാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇ എന്ന് പറയുന്ന ആ കോണിക്ക് എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ഇനി ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇ എന്തായിരിക്കും? പാരാബോള ആയിരിക്കും. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ ഇ എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും നമുക്ക് ഈ കോണിക്കിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹൈപ്പർബോളയാണോ പാരാബോളയാണോ എലിപ്സ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ 2 മെത്തേഡാണുള്ളത്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ എന്താണ്, രണ്ടിലും 0 ആണെങ്കിൽ പാരാബോളയാണ്. പക്ഷേ മറ്റേ ഡിറ്റർമിനൻ്റ് ചെയ്യാവുമ്പോൾ ലെസ് ദാൻ 0 ആയിരുന്നു ഹൈപ്പർബോള. പക്ഷേ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴായിരുന്നു ഹൈപ്പർബോള ആവുന്നത് ഇവിടെ. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4 ലെസ് ദാൻ 0 ആകുമ്പോഴാണ് എലിപ്സ് ആണ്. അവിടെ ഡിറ്റർമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴായിരുന്നു ആ ഒരു കോണിക്ക് എലിപ്സ് ആവുന്നത്. അതിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.